എന്റെ ദൈവം ഇങ്ങനെയൊന്നും വിട്ടപ്പോഴാണ് ഈ നവീകരിച്ച് കേരളത്തിൽ സംസ്ഥാനത്തെ പല നേതാക്കളുടെ വീട്ടിൽ കയറി നവീകരിക്കപ്പെട്ടത്. സ്വന്തം വീട്ടിലാ ചെയ്തിരുന്നെങ്കിൽ അനൂപ് ഇങ്ങനെ സംസാരിക്കില്ലായിരുന്നു, ഇടപെട്ടേനെ. ആ FIR കാത്തുനിൽക്കില്ലായിരുന്നു, KPCC പ്രസിഡന്റിന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും തീട്ടൂരത്തിന് കാത്തുനിൽക്കില്ലായിരുന്നു, ആണുങ്ങളെ പോലെ പ്രതികരിച്ചേനെ. അത് അച്ഛന്റെയും അമ്മയുടെയും വിഷമം മനസ്സിലാകത്താണ്, പെൺകുട്ടികളുള്ള വീടിന്റെ വിഷമം മനസ്സിലാവാഞ്ഞിട്ടാണ്. ശിവശങ്കർ ഇപ്പോൾ MLA ജനങ്ങളെ കാണേണ്ട, ജനങ്ങൾക്കൊപ്പം നിൽക്കേണ്ട ആളാണ് അദ്ദേഹം. അടുത്ത ദിവസം പാലക്കാടേക്ക് അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്ക് വന്നേ പറ്റൂ. ഇന്നിപ്പോ കോർപ്പറേഷൻ നടത്തേണ്ട, മുനിസിപ്പാലിറ്റി നടത്തേണ്ട ഒരു പരിപാടിയിൽ നിന്ന് വരണ്ട എന്ന് പറഞ്ഞു. ഇപ്പോൾ MLA ആണ്, സ്ഥലം MLA ആണ്, അവിടുത്തെ ഔദ്യോഗിക പരിപാടികളുടെ അധ്യക്ഷൻ. അതാണ് നമ്മുടെ സാധാരണ നിലയ്ക്കുള്ള പ്രൊസീജിയർ. അപ്പോൾ ഇനി MLA എന്നുള്ള നിലയിൽ അങ്ങോട്ട് പോവുക അത്ര എളുപ്പമായിരിക്കുമോ? പ്രത്യേകിച്ച് BJP ആണ് അവിടെ നഗരസഭയിലെ മുഖ്യകക്ഷി. ഒരു സംശയവുമില്ല, ജനങ്ങൾ ഇദ്ദേഹത്തെ ഇത്തരത്തിലുള്ള MLA മാരെ കാണുന്നത് സ്വന്തം അമ്മമാർക്കും പെങ്ങന്മാർക്കും റോട്ടിലിറങ്ങി നടക്കാൻ പറ്റില്ല എന്ന് കഴിഞ്ഞാൽ അത് തെരുവിൽ ഞങ്ങൾക്ക് നേരിടേണ്ടി വരും, ഒരു സംശയവുമില്ല. പിന്നെ കോൺഗ്രസിന്റെ അനൂപ് ഗതികേട് കൊണ്ടായിരിക്കും അദ്ദേഹം പറയുന്ന 3 തടസ്സവാദങ്ങൾ നോക്കൂ. ഒന്ന്, ശശി ഇങ്ങനെയാണ്, അത് കാരണം രാഹുലും ഇങ്ങനെയാവും. അതായത് അയൽവക്കത്തെ വീട്ടിൽ ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്, വരൂ എൻ്റെ വീട്ടിലേക്കും ഞാനും അനുഭവിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞതുപോലെയാണ് ഇത്. കേൾക്കുന്നവർക്കും കോൺഗ്രസ്സുകാർക്കും സ്ത്രീകൾക്കും എന്ത് തോന്നുന്നു എനിക്കറിയില്ല. അടുത്തത് അദ്ദേഹം 2 പ്രാവശ്യം പറഞ്ഞത് നവീകരിക്കപ്പെടുവാൻ വേണ്ടിയിട്ട് രാഹുലിനെ വിട്ടുകൊടുത്തു എന്ന്. എന്റെ ദൈവം ഇങ്ങനെയൊന്നും നവീകരിക്കാൻ വിട്ടപ്പോഴാണ് ഈ നവീകരിച്ച് കേരളത്തിൽ പാർട്ടി പരിപാടി സംസ്ഥാനത്തെ പല നേതാക്കളുടെ വീട്ടിൽ കയറി നവീകരിക്കപ്പെട്ടത്. കഥയൊന്നും പറയണ്ട. പിന്നെ FIR, സ്വന്തം വീട്ടിൽ കയറി ഒരുത്തം വേഷത്തിട്ട് കാണിച്ച FIR നോക്കിക്കോ. നിങ്ങൾ FIR ഞങ്ങളൊക്കെ വേറെ രീതിയിൽ ഹാൻഡിൽ ചെയ്യുള്ളൂ. സ്വന്തം വീട്ടിൽ കയറി നിങ്ങൾക്കത് സ്വന്തമായിട്ട് വിഷമില്ലാത്തതുകൊണ്ടാ. സ്വന്തം വീട്ടിലാ ചെയ്തിരുന്നെങ്കിൽ അനൂപ് ഇങ്ങനെ സംസാരിക്കില്ലായിരുന്നു, ഇടപെട്ടേനെ. ആ FIR കാത്തുനിൽക്കില്ലായിരുന്നു, KPCC പ്രസിഡന്റിന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും തീട്ടൂരത്തിന് കാത്തുനിൽക്കില്ലായിരുന്നു, ആണുങ്ങളെ പോലെ പ്രതികരിച്ചേനെ. അത് അച്ഛന്റെയും അമ്മയുടെയും വിഷമം മനസ്സിലാകത്താണ്, പെൺകുട്ടികളുള്ള വീടിന്റെ വിഷമം മനസ്സിലാവാഞ്ഞിട്ടാണ്. ആ ഭീതി, ആ കുടുംബത്തിനുള്ള ഇതുവരെയുള്ള നാണക്കേട് മാനക്കേട് ഓർത്തിട്ട് അവർ FIR ഇട്ടില്ലെങ്കിൽ അതിന്റെ പേരിൽ നിങ്ങൾ ഒരു MLA സംരക്ഷിക്കുവാനും നിങ്ങൾക്ക് ഭീഷണി ഉണ്ടാകുന്ന അത്തരം മുഖങ്ങളെ വെച്ച് വാഴിക്കാനുമാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ ഒരു സംശയവുമില്ല, കേരളത്തിലെ ജനങ്ങൾ മറക്കില്ല, പൊറുക്കില്ല. നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയമായ തിരിച്ചടിയായിരിക്കും, ഒരു സംശയവുമില്ല. കണ്ണുനീരിന്റെ പ്രശ്നമാണ്, കേരളത്തിലെ പാവപ്പെട്ട സ്ത്രീകളുടെ കണ്ണുനീരിന്റെ പ്രശ്നമാണ്, വിഷമത്തിന്റെ പ്രശ്നമാണ്. ശാപം നിങ്ങൾ വിട്ടുമാറില്ല അനൂപേ, ഈ കോൺഗ്രസിന്റെ